സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ പലരും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. പല കാരണങ്ങളും ബ്രസ്റ്റ് ക്യാൻസറിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഒബീസിറ്റി ഒരു കാരണമാണ്. അതുപോലെ പുകയിലയുടെ ഉപയോഗം, പുകയില ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റു പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യപാനം, റേഡിയേഷൻസ്, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ക്യാൻസറിന്റെ കാരണങ്ങളാണ്. എങ്കിലും കൂടുതലായിട്ടും സംഭവിക്കുന്നത് മ്യൂട്ടേഷൻസ്, ജീനിൽ വരുന്ന മ്യൂട്ടേഷനാണ് പ്രൈമറി കാരണമായിട്ട് നമ്മൾ എപ്പോഴും കരുതുക ബ്രസ്റ്റ് ക്യാൻസറിന്. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുമ്പോൾ ഒരുപാട് മെഡിസിൻസും അതുപോലെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പെയിൻ, അതിൻ്റെതായ ഒരുപാട് ട്രോമയൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പം ടീനേജ് മുതൽ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായം മുതൽ നമ്മൾ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കൊക്കെ അതിനുള്ള അവയർനെസ് കൊടുക്കണം. നമ്മളിപ്പോൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അതുപോലെ ഭക്ഷണത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ. ഭക്ഷണത്തിനെ സംബന്ധിച്ച് പൊതുവെ നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് നല്ലതാണ്. അത് നാരകവർഗ്ഗത്തിൽ പെടുന്ന ഫ്രൂട്ട്സ്, ചെറുനാരങ്ങ, ഓറഞ്ച്, മൂസമ്പി, അങ്ങനെയുള്ളതെല്ലാം നല്ല ഫ്രൂട്ട്സുകളാണ്. അതെല്ലാം വൈറ്റമിൻ സി അതുപോലെ ഫോളേറ്റ്സ് ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ആന്റി ഓക്സിഡൻസ് ആണ്. അതായത് ആന്റി ഓക്സിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ശരീരത്തിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ഫുഡ്സിനെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയാം. അതുപോലെ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്ന മീനുകൾ, ഫാറ്റി ഫിഷ്, അതായത് സാൽമൺ ഫിഷ്, അതുപോലെ മത്തി, അയില, അങ്ങനെയുള്ള മീനുകൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടുതലുള്ളതാണ്. അപ്പം അതും ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫുഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് വാൾനട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഫെർമെന്റഡ് ആയിട്ട് ഫുഡ്സ്, അതായത് നമ്മൾ മാവ് പുളിപ്പിച്ചൊക്കെ ആക്കുന്ന ഭക്ഷണങ്ങളില്ലേ, അങ്ങനെയുള്ള ഫുഡ്സ് കഴിക്കാം. അതുപോലെ ഇലക്കറികൾ, ചീര, മുരിങ്ങയുടെ ഇല, അങ്ങനെയുള്ള ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ബീറ്റ കരോട്ടിൻസും കരോട്ടിനോയിഡ്സും ഒക്കെ കൂടുതലാണ്. ഇതൊക്കെ ആന്റി ഓക്സിഡൻസ് ആണ്, ഈ ടേമുകൾ പറയുന്നതെല്ലാം. അതുപോലെ എലിയും വെജിറ്റബിൾസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ സവോള, അങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെ ഫ്ലാവനോയിഡ്സ് വരുന്ന ആന്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതലുള്ളതാണ്. അപ്പൊ കൂടുതലായിട്ട് ഈ ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ഹെൽത്ത് അത് എൻഷുർ ചെയ്യും. അങ്ങനെ ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോട് കൂടി തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് കീപ്പ് ചെയ്യണം. മിനിമം ഒരു 30 മിനിറ്റ്സോ 45 മിനിറ്റ്സ് ഓഫ് ഫാറ്റ് ബേൺ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഒരു ദിവസം 12 ഗ്ലാസോളം വെള്ളം കുടിക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഐഡിയൽ ബോഡി വെയിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക. അതായത് ഒരാളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ കുറച്ച് കുറവെടുക്കുക. ഈ സ്ട്രെസ് ഒക്കെ നമ്മൾ കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പം സ്ട്രെസ്, സ്ട്രെയിൻസ്, അല്ലെങ്കിൽ ട്രോമാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ആൽക്കഹോൾ, ടൊബാക്കോന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഇമോഷണലി കുറച്ച് ഫിറ്റ് ആവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ബ്രസ്റ്റിന് കെയർ കൊടുക്കണം. ബ്രസ്റ്റ് കെയർ എല്ലാവർക്കും പലരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. റെഗുലർ ആയിട്ട് നമ്മുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും സിസ്റ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക. അതുപോലെ നമ്മളൊക്കെ തന്നെ അത് പ്രൈമറി ആയിട്ട് ചെറിയൊരു സംശയങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണുക. അതിൻ്റെതായിട്ടുള്ള മെഡിക്കേഷൻസും ട്രീറ്റ്മെന്റ്സും ഒക്കെ പ്രൈമറി സ്റ്റേജിലാണ് നമ്മൾ എടുത്തു തുടങ്ങുക. അപ്പൊ ഇത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രസ്റ്റിന് എപ്പോഴും കെയർ കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലില് അതിന് ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റികൾ, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്സ്, അതുപോലെ നമ്മുടെ ഭക്ഷണം, നമ്മളൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഫുഡ്സ് ഒക്കെ കഴിക്കുന്നതിനുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലായിട്ടും ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. പലരും ഇപ്പം ബിസി സ്കെഡ്യൂൾസ് ഒക്കെ കാരണം ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പൊ അതിൽ എക്സസ് എമൗണ്ട് ഓഫ് സോൾട്ടും ഷുഗറും അജിനോമോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അതൊന്നും ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ വളരെ കുറവ് ഫൈബർ മാത്രമുള്ള ഭക്ഷണങ്ങളാണ്. ഫൈബർ കൂടുതലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്സ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുക. ഈവൻ നമ്മൾ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചാലും അപ്പൊ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഒരു സാലഡ് കഴിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു സ്മൂത്തി പോലെ അങ്ങനെ എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കഴിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അതൊന്ന് ബാലൻസ്ഡ് ആയിട്ട് പോയിക്കോളും. പിന്നെ എപ്പോഴാണെങ്കിലും ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ്, ഇതിന്റെ ഒക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. താങ്ക് യു അശ്വതി. താങ്ക് യു ഫോർ ജോയിനിങ് ഗൾഫ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ കുറെ അധികം ഇമ്പോർട്ടൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കും.